ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക്, അതായത് ബീഹാറിൽ പുതിയ ഒരു നീക്കവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ബീഹാറിലെ ജനങ്ങൾക്ക് ഫ്രീ ബീസ് കൊടുക്കാമെന്നുള്ള വലിയ രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി ഒരു ഭാഗത്ത് കോൺഗ്രസും മറ്റ് മഹാഗഡ്ബന്ധനുമൊക്കെ നിറഞ്ഞാടുമ്പോൾ ഇപ്പുറത്ത് BJP എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യം വളരെ വ്യക്തമായി അപ്പുറത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ നരേന്ദ്രമോദി ബീഹാറിൽ എത്തിയിരിക്കുകയാണ്. ബീഹാറിൽ വരും മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രധാനമന്ത്രി മോദി വെള്ളിയാഴ്ച മുഖ്യമന്ത്രി മഹിളാ റോഗ്ജൻ യോജന ആരംഭിച്ചിരിക്കുകയാണ്. മഹിളാ റോഗ്ജൻ യോജനയുടെ കീഴിൽ കേന്ദ്ര സർക്കാർ ആദ്യ ഗഡുവായി 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപയാണ് കൈമാറിയത്. എത്രയാണ്? 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപയാണ് കൈമാറിയിരിക്കുന്നത്. ഇതോടൊപ്പം പ്രധാനമന്ത്രി മോദി ബീഹാറിലെ ജനങ്ങളെ ലാലു രാജിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായ RJDയും സഖ്യകക്ഷികളും സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാർ സംസ്ഥാനത്ത് സ്ത്രീകളുടെ സ്വയം തൊഴിലും ഉപജീവന പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി NDA സർക്കാർ 7,500 കോടി രൂപയുടെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന ആരംഭിച്ചു. ഈ പദ്ധതിയുടെ ആദ്യ ഗഡു വെള്ളിയാഴ്ചയാണ് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. ഇന്ന് ഈ പുണ്യ നവരാത്രി ഉത്സവത്തിൽ ബീഹാറിലെ സ്ത്രീ ശക്തിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് അവസരം ലഭിച്ചു. സ്ത്രീ ശക്തിയുടെ ഈ ഉത്സവത്തിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വലിയ ശക്തിയാണ്. ബീഹാറിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും ക്ഷേമത്തിനായി ഇരട്ട എഞ്ചിൻ സർക്കാർ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നു. ഈ ക്രമത്തിൽ ഇന്ന് മുഖ്യമന്ത്രി മഹിളാ റോസ് നഗർ യോജന ആരംഭിക്കുന്നത് എനിക്ക് അഭിമാനകരമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.